എൻ്റെ പൊന്ന് സാറ്, ഞാൻ കാര്യം പറയാൻ വേണ്ടി വന്നേതാണ്. എൻ്റെ ഭർത്താവ് ഇവിടെ സിനിമ പഠിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കുകയാണ്. പുള്ളിക്കാരൻ നല്ലൊരു ഇലക്ട്രിക്കൽ ജോലിയുള്ള മനുഷ്യനാണ്. ഞങ്ങൾ അത് വെച്ചിട്ടാണ് കഞ്ഞി കുടിച്ച് ജീവിച്ചിരുന്നത്. ഇപ്പം ആ ജോലിയും വിട്ടിട്ട് ഇപ്പം സിനിമ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയേക്കണേണ്. ഞാനിത് പുള്ളിക്കാരനോട് പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കണം എന്ന് അറിഞ്ഞൂടെ. ഞാൻ ചോദിച്ചപ്പോൾ പറയണേ ടൊവീനോ ജോലിയും വിട്ടിട്ടാണ് സിനിമയ്ക്ക് വന്നേക്കണേന്ന്. ആ ചെക്കന് നല്ല ജോലി ഉണ്ടായിരുന്നാണ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് ഉണ്ടായിരുന്നു. അതും വിട്ടുകൊണ്ട് ഈ സിനിമ എന്ന് പറയുന്നത് കാലം കളിച്ച് കിടക്കണം. അത് പിന്നെ പോട്ടെ, അത് ചെറുപ്പം പയ്യനാന്ന് വിചാരിക്കുക. ഇങ്ങർക്ക് 40 വയസ്സായി, ഇപ്പോഴും ചെറുപ്പക്കാരനാണ് വിചാരം. സാറേ സിനിമയിലുള്ള മമ്മൂട്ടിനെ കണ്ടിട്ടില്ലേ? എന്തൊരു ഭംഗിയാണ് കാണാൻ. പുള്ളിക്കാരനെ കണ്ടണ്ട. പക്ഷെ കെട്ടാൻ കണ്ടപ്പോൾ കൊള്ളായിരുന്നു, അതൊക്കെ ഞാൻ സമ്മതിച്ച്. എന്നാലും പണിക്ക് പോകാൻ മടിയായിട്ടാണ് ഈ സിനിമ എന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്, വേറൊന്നുമല്ല. എനിക്കൊന്നും പറ്റൂല സാറേ. ഞാനൊരു മാസത്തിലൊരു സാരിയൊക്കെ വാങ്ങിച്ച് ഒക്കെ പോയിരുന്ന ആളാണ്. ഇപ്പം സാരി പോയിട്ടും മനുഷ്യന് ഒന്നും എടുക്കാനുള്ള പൈസ ഇല്ല. സാറൊരു കാര്യം ചെയ്യാമോ? സാറ് പുള്ളിക്കാരനൊന്ന് തോപ്പിച്ച് തരാമോ? അല്ല, നിങ്ങൾക്ക് എന്തിൻ്റെ പ്രശ്നമാണ്? നിങ്ങൾക്ക് വല്ല ചെറുപ്പം പിള്ളേരെ ഇട്ടാൽ പോരെ? ഈ 40 വയസ്സായ കിളവന്മാരെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാനായിട്ട് വന്നേക്കണേ. പിള്ളേരോട് അതും ജോലിയും കളഞ്ഞ് കല്യാണം കഴിച്ച് ജീവിക്കണം മനുഷ്യന്മാർക്ക് ആപ്ലിക്കേഷൻ ഇട്ടിട്ട് വെറുതെ ഒരു ആപ്ലിക്കേഷൻ വീട്ടിലേക്ക് വന്നേക്കണേണ്. സിനിമയിൽ എടുത്തെന്നും പറഞ്ഞുണ്ട്, സിനിമയിലല്ല സ്കൂളിൽ എടുത്തെന്നും പറഞ്ഞുണ്ട്. സാറ് ഒരു കാര്യം ചെയ്യുക, ഒന്ന് തോപ്പിച്ചാ സാറേ. ഞാൻ പുള്ളിക്കാരനെ കൊണ്ട് പോയിക്കോളാം, ഞങ്ങൾ മര്യാദയ്ക്ക് ജോലി എടുത്ത് ജീവിച്ചോട്ടെ. ഞാൻ പറയണേ എൻ്റെ അടുത്ത് കുടുംബശ്രീയിൽ പോവാൻ. പിന്നെ ഞാനിപ്പോൾ കുടുംബശ്രീയിൽ പോവാ. എനിക്കങ്ങനെ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു തീരുമാനം ആക്കണം. സാറ് ഇവിടുത്തെ വലിയ ആളല്ലേ, സാറ് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. ഞാൻ പറഞ്ഞിട്ട് കേൾക്കണമൊന്നുമില്ല. ശരി സാറേ, സാറെന്താന്ന് വെച്ചാൽ ചെയ്യട്ടാ.